കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിൽ വൻ മാലിന്യ നിക്ഷേപം പാതയോർത്തിയ മാലിന്യം നഗരസഭ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു. ഒപ്പം മാലിന്യത്തിൽ നിന്നും നിക്ഷേപിച്ചവർ എന്ന് കരുതുന്നവർക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത്. വള്ളക്കടവിന് ശേഷം പ്രധാന റോഡിൽ നിന്ന് കടമാക്കുടിക്ക് തിരിയുന്ന ഭാഗത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. വാഹനത്തിലെത്തി ചാക്കുകെട്ടുകളിലായിട്ടാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പാതയോരത്തിന് സമീപം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. നഗരസഭ അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു. അതോടൊപ്പം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ഏതാനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസി റേഖ് പറഞ്ഞു. അത്തരത്തിലൊരു പരാതി നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വിജനമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിരന്തരമായി കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1-2 ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ നിയമാനുസൃതമായിട്ട് പിഴ ചുമത്തി നോട്ടീസ് കൊടുക്കുക. ഏതായാലും കർക്കശമായ നിലപാടുകളുമായിട്ട് നഗരസഭ മുമ്പോട്ട് പോവുകയാണ്. കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ അടിഞ്ഞുകൂടി കിടന്നിരുന്നത്. നാളുകളായി മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാംക്രമിക രോഗ ഭീഷണിയിലാണ്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം. ഒപ്പം പാതയോരത്തെ മാലിന്യ നിക്ഷേപം തടയാൻ ക്യാമറ അടക്കം സ്ഥാപിക്കാനുള്ള തീരുമാനവും വൈകാതെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.